ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും എവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വ്ളോഗ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വ്ളോഗ് എനിക്ക് ജന്മാഷ്ടമിക്ക് ഞാൻ പോയപ്പോൾ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എഡിറ്റ് ചെയ്ത് ഇടാനുള്ള ടൈം കിട്ടിയില്ല. അത് കാരണം കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഇന്ന് ഞാനതെല്ലാം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ജന്മാഷ്ടമി 16 സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാലഗോകുലം നടത്തിയ ജന്മാഷ്ടമി പ്രോഗ്രാമായിരുന്നു ഞാൻ പോയിരുന്നത്. എവ്രി ഇയർ ബാലഗോകുലം നടത്തുന്ന മേജർ ഈവൻറ്റിൽ ഒന്നാണ് നമ്മുടെ ജന്മാഷ്ടമി പ്രോഗ്രാം. അപ്പോൾ ശോഭയാത്ര, അതുപോലെ തന്നെ ഉറിയടി, ഡാൻസ് പ്രോഗ്രാം, ഇതൊക്കെ ഉണ്ടാവും. ഓരോ ബാലഗോകുലവും അവരവരുടെ ഏരിയയിൽ കണ്ടക്ട് ചെയ്യും ഇങ്ങനത്തെ ശോഭയാത്രയൊക്കെ ആ ഓരോ ഏരിയയിലായിട്ട്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ദൂരം ആകുമ്പം എല്ലായിടത്തും എല്ലാവരും ഒരിടത്ത് കൂടുമ്പോഴത്തേക്കും ഈ ലോങ് ഡിസ്റ്റൻസ് ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏരിയ വൈസ് കണ്ടക്ട് ചെയ്യുമ്പം അവർക്ക് ഈസി ആക്സസ് ആണ് ഏരിയ വൈസ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ എവറി ഇയർ ഇപ്പം ബാലഗോകുലത്തിൽ നടക്കുന്ന ജന്മാഷ്ടമി ഇങ്ങനെയാണ്, ഏരിയ വൈസ് അവർ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. അതുപോലെ ശോഭയാത്ര ഉണ്ടാവും, ഉറിയടി പ്രോഗ്രാംസ്. എവറി ബാലഗോകുലത്തിൽ അവരവരുടേതായ ഓരോ പ്രോഗ്രാംസ് എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു വൺ ഓഫ് ദ ബാലഗോകുലമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. മണികണ്ഠ ബാലഗോകുലം എന്ന് പറയും. അതുപോലെ ഓരോരോ ബാലഗോകുലം ഗീത, അമ്പാടി, വൃന്ദാവൻ, യശോദ, അങ്ങനത്തെ ഡിഫറെൻറ്റ് ബാലഗോകുലമുണ്ട്. ഗായത്രി. അപ്പോൾ റീസെൻ്റായിട്ട് യാപ്രാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെയും ഒരു ബാലഗോകുലം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഓരോരോ ഏരിയയിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് ഇവിടെ പോകാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ ചെന്നപ്പോഴേക്കും ശോഭയാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനോഗ്രേഷൻ ഈവൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ വിചാരിച്ചു ലേറ്റായിട്ട് പോയി കഴിയുമ്പോൾ ഈവൻറ്റ് തീരുന്നത് വരെ ഇരിക്കാൻ പറ്റും. നേരത്തെ ആകുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് തിരിച്ച് വേഗം വീട്ടിൽ വരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങാമെന്ന് തന്നെ കരുതി. അങ്ങനെ ഞാൻ ലേറ്റായിട്ട് വന്നപ്പോഴേക്കും ടൈമായിരുന്നു. ആക്ച്വലി ശോഭയാത്ര സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ തന്നെ ജോയിനായി. ശോഭയാത്ര തൊട്ട് തന്നെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്ലാൻ പ്രകാരം ശോഭയാത്ര കുറച്ച് നേരം കൂടെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞ് തിരിച്ച് ഇവരെല്ലാം എൻഡ് പോയിൻ്റ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങും. തിരിച്ച് അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ മുന്നേ തന്നെയാണ് ഇത് എൻഡ് പോയിൻ്റ് വരിക. അപ്പോൾ അവിടെ പോയി ഇരിക്കാം കുറച്ച് കഴിയുമ്പോൾ. അല്ലാണ്ട് എനിക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബോഡി സപ്പോർട്ട് ചെയ്യാമെന്ന് അറിയില്ല. അപ്പോൾ ഒരു ഈവൻറ്റ് ആഫ്റ്റർ ഡെലിവറി ഞാൻ ഇതുപോലത്തെ ഇങ്ങനെ വലിയ ഈവൻറ്റ് അധികം പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് അടുത്തൊരു ഈവൻറ്റാണ് ഞാൻ ആഫ്റ്റർ ഡെലിവറി പോയൊരു ഈവൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ. എനിക്കറിയില്ല ബോഡി സപ്പോർട്ട് ചെയ്യുമോ അങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് പോവും എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. ബട്ട് അവിടെ എത്തി ശോഭയാത്ര തുടങ്ങിയപ്പോൾ ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അവർ ത്രൂ ഔട്ട് ദ ശോഭയാത്ര അവരിങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് ഏട്ടനിങ്ങനെ വന്ന് ചോദിക്കായിരുന്നു, എനിക്ക് പറ്റില്ലെങ്കിൽ പോവാം, നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ പോയി നിൽക്കാം എന്നൊക്കെ. പക്ഷേ എനിക്കെന്തോ ഇവരെ കണ്ടുകൊണ്ട് അങ്ങനെ ത്രൂ ഔട്ട് ദ ഈവൻറ്റ് ഇവരുടെ ഡാൻസ് പെർഫോമൻസും ആ മ്യൂസിക്കിൽ കൃഷ്ണനായിട്ട് റെഡിയായവർ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ പോയപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ ലെഗ് പെയിൻ ഒന്നും അറിഞ്ഞില്ല. ഇതൊക്കെ അറിഞ്ഞത് വീട്ടിൽ ചെന്നതിന് ശേഷം നടന്നപ്പോൾ നല്ല കാലുവേദന ഉണ്ടായിരുന്നു. ബട്ട് ആ ഒരു ഈവൻറ്റിൽ ഞാൻ ടയേർഡല്ലായിരുന്നു. എനിക്ക് നടക്കാൻ പറ്റി ഇവരിങ്ങനെ കണ്ടുകൊണ്ട്. കാരണം ഈ കുഞ്ഞു കുട്ടികളിന് ചെപ്പലില്ലാണ്ട് ഇങ്ങനെ ത്രൂ ഔട്ട് ദ റോഡ് ഇവരിങ്ങനെ കളിച്ച് പോകുമ്പോൾ അവർക്ക് ഒരു ടയർഡ് ഫേസ് അവർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവരിങ്ങനെ കളിച്ചുകൊണ്ടേയിരുന്നു അവിടെ എത്തുന്നത് വരെ. അപ്പോൾ അവരിങ്ങനെ നോക്കി പോയപ്പോഴത്തേക്ക് എനിക്കും വലിയ വയ്യായിക അങ്ങനെയൊന്നും മൈൻഡ് ഡീവിയേറ്റ് ആയി. ശോഭയാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാ കുട്ടികളും അമ്പലത്തിനുള്ളിൽ കയറി. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി. ആ റോഡിൽ തന്നെയായിരുന്നു പെർഫോമൻസസും. ആദ്യം തന്നെ കുഞ്ഞു പിള്ളേരുടെ ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ ക്യൂട്ട് ഈവൻറ്റ് ആയിരുന്നു അത്. വെരി സൂതിങ് ടു ദി ഐസ് എന്നൊക്കെ പറയാം.
അങ്ങനത്തെ ക്യൂട്ട് പെർഫോമൻസസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാർഷ്യൽ ആർട്സ് ഉണ്ടായിരുന്നു. മാർഷ്യൽ ആർട്സ് വാൽമീകി ആശ്രം എന്ന് പറയുന്നൊരു ഗുരുകുൽ ടീച്ചിങ് കോൺസെപ്റ്റുള്ളൊരു ആശ്രമം ഉണ്ടായിരുന്നു. സോ അവിടുത്തെ കുട്ടികളുടെ ആയിരുന്നു ഈ ഒരു മാർഷ്യൽ ആർട്സ് എന്ന് പറയുന്നത്. അതും വളരെ ബ്യൂട്ടിഫുൾ മാർഷ്യൽ ആർട്സ് ആയിരുന്നു. അതൊക്കെ കണ്ടു. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് വോയിസും ഒക്കെ ഞാൻ അതുപോലെ തന്നെ ഇടുന്നുണ്ട്. അല്ലാണ്ട് എൻ്റെ വോയിസ് മാത്രം ഇതിനകത്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹൈപ്പ് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കൂടെ എഡിറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നില്ല. അതും ഇതിനകത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. സോ അങ്ങനെ മാർഷ്യൽ ആർട്സൊക്കെ കഴിഞ്ഞു. ഇതായിരുന്നു ലാസ്റ്റ് മാർഷ്യൽ ആർട്സിൻ്റെ ലാസ്റ്റ് പെർഫോമൻസ് വന്നിട്ട്. അങ്ങനെ അതെല്ലാം കണ്ട് അങ്ങനെ ഉരിയടിക്കാനുള്ള എല്ലാം സെറ്റപ്പാക്കി. ഉരിയടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആവുകയും ചെയ്തു. സോ ഫസ്റ്റ് കൃഷ്ണൻ്റെ ഉരിയടിയായിരുന്നു, ഫോളോഡ് ബൈ കുഞ്ഞു കുട്ടികൾ, വലിയ ആൾക്കാർ, അങ്ങനെയൊക്കെ. ഈ ഉരിയടീൻ്റെ ക്ലിപ്പ് ഞാൻ ഷോർട്സ് ആയിട്ട് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഫൈനലി ഞങ്ങൾ ഈവൻ്റ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവർക്കും ബായൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു. പിന്നെ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് എൻ്റെ കൃഷ്ണാഷ്ടമി ഡേ, ഒരു കുഞ്ഞു വ്ളോഗ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, സീ യു.